നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസംബർ 2 മുതൽ ഡിസംബർ 8 വരെയുള്ള കാലയളവിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ വാരഫലത്തെ പറ്റിയാണ് പറയുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും. ആനുകാലിക പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ടതായിട്ട് വരും. മേലധികാരിയുടെ സ്ഥാനമാറ്റം കാരണം സ്ഥാനക്കയറ്റത്തിന് നിങ്ങൾക്ക് വഴിയൊരുങ്ങുന്നതാണ്. അടുത്തതായി ഭരണി. ദാമ്പത്യ സൗഖ്യം, കുടുംബത്തിലും സ്വസ്ഥതയും സമാധാനം, കൂടാതെ വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുക, ഇവയെല്ലാം നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യം വളരെയധികം ഗുണകരമായിരിക്കും. അടുത്തതായി കാർത്തിക. മേലധികാരികളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടിവരും. പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ലാഭം നിങ്ങൾക്കുണ്ടാവും. രോഹിണിക്കാരെ സംബന്ധിച്ച് യാത്രാവേളയിൽ പണവും വിലപ്പെട്ട രേഖകളും നഷ്ടപ്പെടാനിടയുണ്ട്. അതിനാൽ ശ്രദ്ധ വേണം. ആശ്രയിച്ചിരുന്ന ബന്ധുവിന് സാമ്പത്തിക സഹായം അങ്ങോട്ട് നൽകുവാൻ ഇടവരും. ചർച്ചകളിൽ വിജയിക്കും. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അടുത്തായി മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദേഹാസ്വാസ്ഥ്യത്താൽ അവധിയെടുക്കാൻ ഇടവരും. മാതാപിതാക്കളുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന സന്താനങ്ങളുടെ സമീപനത്താൽ ആശ്വാസം തോന്നും. വാഹനയോഗം കാണുന്നുണ്ട്. തിരുവാതിരക്കാരെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് വിദേശത്ത് പ്രവേശനം ലഭിക്കും. വരവും ചെലവും തുല്യമായിരിക്കും. ബന്ധുവിൻ്റെ രക്ഷകർത്തൃത്വം ഏറ്റെടുക്കാൻ ഇടവരും. ആരോഗ്യം ഗുണകരമായിരിക്കും. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വസ്തു വാഹന ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ലാഭം കുറയാം. വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ജോലി ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഭൂമി വിൽപ്പന സാധ്യമാകും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കുന്നതാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ബന്ധുജന സഹായമുണ്ടാകും. ജീവിത പങ്കാളിയുടെ വാക്കുകൾ സച്ചിന്തയുണ്ടാക്കാൻ വഴിയൊരുക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. ആയില്യം. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കും. സഹപ്രവർത്തകരുടെ മാന്യമായിട്ടുള്ളതും സ്നേഹപരവുമായിട്ടുള്ള സമീപനത്താൽ സന്തോഷമുണ്ടാകും. വാഹനയോഗം കാണുന്നുണ്ട്. മകം. ആഗ്രഹ നിർവൃത്തിക്കായിട്ട് അശാന്ത പരിശ്രമം വേണ്ടിവരും. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം. വ്യാപാര വ്യവസായ മേഖലകളിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാവാം. പൂരം. ആഗ്രഹ നിർവൃത്തിക്ക് അശാന്ത പരിശ്രമം വേണ്ടിവരും. പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക നേട്ടമുള്ള ഉദ്യോഗത്തിന് അവസരമുണ്ടാവും. ആത്മപ്രശംസ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കാം. അതിനാൽ ശ്രദ്ധ വേണം. ആരോഗ്യം ഗുണകരമായിരിക്കും. ഉത്രം. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവന ഔഷധങ്ങൾ സ്വീകരിക്കും. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കും. കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറും. അത്തം. ഭാഗത്തിൽ നിന്ന് ലഭിച്ച പൂർവിക സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കും. ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുവാൻ ഇടവരും. സച്ചിന്തകൾ വർദ്ധിക്കുന്നതാണ്. ചിത്തിര. ആശയവിനിമയങ്ങളുടെ അപാകതകൾ മൂലം തെറ്റുകൾ സംഭവിക്കാൻ ഇടയുണ്ട്. അതിനാൽ സൂക്ഷിക്കണം. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലത് വിട്ടുപോകാം. സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിക്കുകയും ഉദ്യോഗത്തിന് ഉയർച്ചയും ഉണ്ടാവുന്ന കാലമാണിത്. ചോതി. മാതാവിന് അഭിവൃദ്ധി ഉണ്ടാവും. ഔദ്യോഗികപരമായിട്ടുള്ള ചർച്ചകളും ദൂരയാത്രകളും വേണ്ടിവരും. സാമ്പത്തിക വിഭാഗത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനാൽ നീക്കിയിരിപ്പ് ഉണ്ടായിരിക്കും. അടുത്തതായി വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തും. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വന്നുചേരും. അതിനാൽ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണിത്. അനിഴം. അഭിപ്രായ സമന്വയ ചർച്ചകളിൽ വിജയിക്കും. കൂടാതെ സഹപാഠികളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാവും. മുൻകോപം നിയന്ത്രിക്കണം. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ചയാണത്. തൃക്കേട്ട.
പാരമ്പര്യ പ്രവർത്തികളിൽ താൽപ്പര്യമുള്ള സന്താനങ്ങളുടെ സമീപനത്തിൽ ആശ്വാസം തോന്നും. പിൻഗാമികൾക്ക് പൂർവിക സ്വത്ത് ഭാഗം വെച്ച് നൽകുവാൻ തയ്യാറാകും. ആരോഗ്യം ഗുണകരമായിരിക്കും. മൂലം ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തികളിൽ പങ്കുചേരും. മുൻകോപം നിയന്ത്രിക്കണം. വരവും ചെലവും തുല്യമായിരിക്കും. വാഹനയോഗം കാണുന്നുണ്ട്. പൂരാടം ആർഭാടങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് യുക്തിപൂർവം പിന്മാറണം. പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കുവാൻ ഇടവരും. അടുത്തായി ഉത്രാടം. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാരഥിത്യം വഹിക്കും. കൂടാതെ വളരെയധികം സാമ്പത്തിക ഉന്നമനമുണ്ടാകുന്ന ആഴ്ചയായിരിക്കും ഇത്. സഹപ്രവർത്തകരിൽ നിന്നും അനുകൂല സമീപനം ഉണ്ടാവും. തിരുവോണം കൃത്യനിർവഹണത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. പ്രത്യുപകാരം ചെയ്യുവാൻ അവസരമുണ്ടാവും. മാതാപിതാക്കളെ അന്യദേശത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. അവിട്ടം ചുമതലകൾ വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാൻ അനുമതി തേടും. മംഗളകർമ്മങ്ങളിൽ കുടുംബസമേതം പങ്കെടുക്കും. ആഗ്രഹ സാഫല്യത്താൽ നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കും. അടുത്തതായിട്ട് ചതയം. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മംഗളകർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. പരീക്ഷ, ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ പ്രതീക്ഷിച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. പൂരുരുട്ടാതി ദാമ്പത്യ സൗഖ്യവും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും. വാഹനയോഗം കാണുന്നുണ്ട്. ആരോഗ്യം ഗുണകരമായിരിക്കും. ഉത്രട്ടാതി ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്തതിനാൽ ഉദ്യോഗത്തിൽ നിന്ന് സ്വയം വിരമിക്കാൻ തീരുമാനിക്കും. വാഹനം മാറ്റി വാങ്ങുവാൻ ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായം തേടും. ആരോഗ്യം സൂക്ഷിക്കേണ്ട ആഴ്ചയാണിത്. രേവതി ഉദര പ്രമേഹ രോഗ പീഡകൾ വർദ്ധിക്കാം. പാരമ്പര്യ പ്രവർത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.